ഒരോണം കൂടി വരികയാണ്. 10 വർഷത്തിന് ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഒരോണക്കാലമാണ് മലയാളി അനുഭവിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിലപാട് പ്രതിസന്ധി പരിഹരിക്കാൻ UDF ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല. അരിയും പഞ്ചസാരയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളെല്ലാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ദിനംപ്രതി ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും വില, പാചകവാതക വില വർധനവിൻ്റെ നിലം തൊടാത്ത സാഹചര്യത്തിലും മറ്റെല്ലാം സാധനത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബ ബഡ്ജറ്റുകളെല്ലാം താളം തെറ്റുകയാണ്. സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കുറഞ്ഞതാണ് വില കുത്തനെ കയറുന്നതിനിടയാക്കിയത്. LDFൻ്റെ ഭരണകാലത്ത് ജനക്ഷേമ പദ്ധതികളിലൂടെ അവശ്യ സാധന വില നല്ലതുപോലെ നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്ന് UDF സർക്കാർ കാര്യക്ഷമമായ രീതിയിലുള്ള വിപണി ഇടപെടൽ നടത്താത്തതും ഹോർട്ടിക്കൾച്ചർ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോർട്ടികോർപ്പ് വഴി പച്ചക്കറി സംഭരിക്കുന്നതിൽ വലിയ വീഴ്ചയും വരുത്തിയതിൻ്റെ ഭാഗമായി വിലക്കയറ്റത്തിൻ്റെ കാഠിന്യം കൂടിയിരിക്കുകയാണ്. സപ്ലൈകോ വഴി കൊടുത്തുകൊണ്ടിരുന്ന അരി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതും വില വർധനവിന് കാരണമായി. വിലക്കയറ്റത്തിൻ്റെ വലിയ ഒരു പ്രതിസന്ധിയാണ് ഓരോ കുടുംബവും യഥാർത്ഥത്തിൽ ഈ ഓണക്കാലത്ത് കേരളം അഭിമുഖീകരിക്കുന്ന ഗൗരവമുള്ള പ്രശ്നമെന്ന രീതിയിൽ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുരിതാശ്വാസ സഹായധനം ലഭ്യമാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനം പാളി എന്നുള്ളതാണ്. കാലവർഷക്കെടുതിയിൽ സർവവും നഷ്ടപ്പെട്ട മനുഷ്യരെ പിന്നെയും കൈയൊഴിയുന്ന നിലപാടാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ധനസഹായം ലഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം പാഴ്വാക്കായിട്ട് മാറുകയാണ്. ഔദ്യോഗിക നൂലാമാലകൾ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ 27 മരണമാണ് സംസ്ഥാനത്താകെ റിപ്പോർട്ട് ചെയ്തത്. 462 ക്യാമ്പുകൾ പ്രവർത്തിച്ചുവെന്നും 27,048 പേരാണ് ക്യാമ്പിൽ എത്തിയതെന്നും 1882 ഹെക്ടർ കൃഷിനാശമുണ്ടായി എന്നും 23,537 കർഷകരെയാണ് ബാധിച്ചതെന്നും 68 കോടിയുടെ നഷ്ടമുണ്ടായി എന്നും പറഞ്ഞത് ഞങ്ങളാരുമല്ല, പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ VD സതീശൻ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ദുരന്തബാധിതർക്ക് ധനസഹായം ഉടൻ നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അപേക്ഷയുടെ മാതൃക പോലും തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഓരോ കുടുംബത്തിലും 2 പേർക്ക് 300 രൂപ വീതം 7 ദിവസം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഏത് ഹെഡിൽ നിന്നാണ് തുക നൽകുക എന്ന് പോലും മുഖ്യമന്ത്രിയോ റവന്യൂ വകുപ്പ് മന്ത്രിയോ തീരുമാനമെടുത്തിട്ടില്ല.